السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ധാരാളമായി സമ്പത്ത് ലഭിക്കാൻ, നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ സമ്പത്തിലും ഒക്കെ ബർക്കത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്കെങ്ങനെയാണ് സമ്പത്തുണ്ടാവുക? ചില ആൾക്കാർ പറയും, എത്ര കാലമായിട്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹ് ഇതുവരെയും നമുക്കൊന്ന് മെച്ചപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന് പല ആൾക്കാരും ഒരുപാട് പരാതികൾ പറയാറുണ്ട്. ദുആ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് മെച്ചപ്പിടിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, സഹാബത്തിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു നോക്ക്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത്, അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. മഹാനായ സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സമ്പത്തുള്ള സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സമ്പത്ത് ചോദിക്കുന്നത്. ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് സമ്പാദ്യങ്ങൾ ചോദിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സമ്പാദ്യം ചോദിക്കുന്നത്. ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ചെയ്യാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരാറുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഇത്രയും സമ്പാദ്യം ലഭിക്കാനുള്ള കാരണമെന്തോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അല്ലാഹുവേ, മക്കയിലതായ മുശ്രിക്കീങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് മക്കയിലെ മുസ്ലിമീങ്ങൾ മുഴുവനും ഹിജ്റ ചെയ്യുകയാണ്. ഹിജ്റ ചെയ്തുകൊണ്ടതാ മദീനത്തേക്ക് കടന്നു പോവുകയാണ്. അവിടുന്ന് മദീനത്തേക്ക് മുസ്ലിമീങ്ങൾ മുഴുവനും കടന്നു പോയപ്പോ മദീനത്തുള്ള അൻസാരികൾ മുഴുവനും മുസ്ലിമീങ്ങളെ സ്വീകരിക്കുകയാ. ഹിജ്റ ചെയ്തു വന്നിരിക്കുന്ന സഹാബത്തിന് മുഴുവനും അവിടുന്ന് സ്വീകരിക്കുകയാണ്. സഹാബത്തിന് മുഴുവനും സ്വീകരിച്ചു കൊണ്ടടുക്കലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളംബരം ചെയ്തു, സഹാബാ, മദീനത്തുള്ള സഹാബത്തിനോടാ പറയുന്നത്, അല്ലാഹുവേ, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്നിരിക്കുന്ന സഹാബത്തുണ്ടല്ലോ, ആ മുഹാജിരീങ്ങളാകുന്ന സഹാബാക്കളുണ്ടല്ലോ, അവരവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ച മുതലുകൾ മുഴുവനും അതാ മക്കയുടേതായ രാജ്യത്ത് മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്നവരാണ്. ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്നവരാണ്. അവരിപ്പോ ദരിദ്രരാണ്, ഒന്നുമില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ എന്ന് സഹാബത്തിനോട്, മദീനത്തുള്ള സഹാബത്തിനോട് പറയുമ്പോ അൻസാരികളാകുന്ന മദീനത്തുള്ള സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലാഹുവേ, മദീനത്തുള്ള സഹാബാക്കൾ ചെയ്തിരിക്കുന്ന സഹായമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത സഹായമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത സഹായമാണ്. അല്ലാഹുവേ, വിളിച്ചുകൊണ്ട് പോയിട്ടതാ രണ്ട് ഭാര്യമാരുള്ളവര് ഒരു ഭാര്യ തൊലാഖ് ചൊല്ലിയിട്ട് കൊടുക്കുകയാണ്. രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുക്കുകയാണ്. രണ്ട് കുതിരയുള്ളവർ ഒരു കുതിരയെ കൊടുക്കുകയാണ്. രണ്ടൊട്ടകമുള്ളവർ ഒരൊട്ടകത്തെ കൊടുക്കുകയാണ്. സമ്പാദ്യത്തിൽ നിന്നും പകുതി തന്നെ സഹാബത്തിന് കൊടുക്കുകയാണ്. അത്രത്തോളം സഹായം ചെയ്തു പോയ സഹാബത്താണ് മദീനത്തുള്ള അൻസാരികളെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് സമ്പാദ്യത്തിൻ്റെതായ മുതൽ നിന്ന് പകുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഊഴം കടന്നു വന്നു. അവിടുന്ന് 2 ഭാര്യമാരുള്ളവരാ ഒരു ഭാര്യ കൊടുക്കുമ്പോ സമ്പാദ്യത്തിന്റെ മുതൽ നിന്നും അതാ പകുതി കൊടുക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഓ സുഹൃത്തേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, എന്റെ സമ്പാദ്യത്തിൽ നിന്ന് പകുതി നിങ്ങൾക്കുള്ളതാണ്, സ്വീകരിച്ചു കൊള്ളുക. എന്റെ സമ്പാദ്യത്തിൽ നിന്ന് പകുതി നിങ്ങൾക്കുള്ളതാണ്. ആ നിൽക്കുന്ന എന്റെ ഒട്ടകമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വാഹന യാത്ര ചെയ്യാനുള്ളതാ. അതിൽ നിന്നുള്ള പാല് കറന്നെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ കുടിക്കാമെന്ന് ആ സഹാബി വന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയുന്നു, ഓ സഹാബാ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമുണ്ടല്ലോ, എനിക്ക് വേണ്ട സഹാബാ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു മുതൽ പോലും എനിക്ക് വേണ്ട സഹാബാ. അത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കഷ്ടപ്പെടാനുള്ള ആരോഗ്യം അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യവും ബുദ്ധിയും വിവേകവും ചിന്തിക്കാനുള്ള ശേഷിയും എനിക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട് സഹാബാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് ഒരു കാര്യം മാത്രമാ ചോദിച്ചത്, ഒരേ കാര്യം മാത്രമാ സഹാബത്തിനോട് ചോദിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി സഹാബാ, എനിക്ക് ചന്തയിലേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ, കച്ചവടം ചെയ്യുന്ന ചന്തയുണ്ടല്ലോ, മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴി മാത്രം നിങ്ങൾ കാണിച്ചു തന്നാ മതിയെന്ന്. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചത് ചന്തയിലേക്ക് പോകാനുള്ള വഴി മാത്രമോ? സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ട് വാങ്ങിച്ചില്ല. അവിടുന്ന് മുഴുവൻ സമ്പാദ്യം കൊടുത്തില്ലേ, ജീവിക്കാനുള്ള സമ്പാദ്യം കൊടുത്തിട്ട് പോലും അത് വാങ്ങിച്ചിട്ടില്ല. അവിടുന്ന് ചന്തയിലേക്ക് പോകാനുള്ള വഴി മാത്രമാ ചോദിച്ചത്. അവിടുന്ന് നടന്നു പോവുകയാണ്, ചന്തയിലേക്ക് നടന്നു പോവുകയാണ്. അല്ലാഹുവേ, എവിടെ ചെന്നുകൊണ്ട് കച്ചവടങ്ങൾ ചെയ്യുകയാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തു, അല്ലാഹു അതിൽ ബറക്കത്ത് കൊടുത്തു. വീണ്ടും അതാ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട് വലിയൊരു ബിസിനസ്സുകാരനായി മാറി. ഒരുപാട് സമ്പാദ്യം അല്ലാഹുവേ അതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കരങ്ങളിലേക്ക് വന്നു. വലിയ ചരിത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നമ്മുടെ സമ്പാദ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യണോ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവര്? ഒരു മനുഷ്യന്റെയും സമ്പാദ്യത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. ഒരു മനുഷ്യന്റെയും സമ്പാദ്യത്തെ നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. ഒരാളുടെയും കച്ചവടം കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. ഒരാളുടെയും ഉയർച്ച കണ്ടിട്ട് ആ ഉയർച്ച എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവന്റെ സമ്പാദ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവൻ്റെതായ അധികാരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവന്റെ കാർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവൻ വലിയ ബിസിനസ് ചെയ്തുകൊണ്ട് ഉയർച്ചകളിലേക്ക് കടന്നു പോകുകയാണല്ലോ, ആ സമ്പാദ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സമ്പാദ്യങ്ങളിൽ ഒരിക്കലും ബറക്കത്തുണ്ടാകില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, നിന്റെ ജീവിതത്തിലെ സമ്പാദ്യത്തിലെ സമ്പത്തിലെ മക്കളോ കുടുംബങ്ങളിലെ ബറക്കത്ത് വേണോ. ഒരാ
ഒരാളുടെയും സമ്പത്ത് നീ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകര് പറയുകയാണ്, നിന്റെ സമ്പത്തിൽ ഒരിക്കലും നിനക്ക് ലുബ്ധത പാടില്ല, സമ്പാദ്യത്തിൽ ഒരിക്കലും നീ പിശുക്ക് കാണിക്കല്ലേ എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പാടില്ല. ഒരാളുടെ സമ്പത്തിനെ നീ അധികമായി ആഗ്രഹിക്കുകയും അല്ലാഹുവേ നിനക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ അതിൽ നീ ഒരിക്കലും പിശുക്ക് കാണിക്കല്ലേ എന്ന് ആദരമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എങ്കിൽ നിനക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, ഇല്ലെങ്കിൽ ബർക്കത്ത് നഷ്ടപ്പെടും. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നമുക്ക് തരുന്ന സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ ഹിദായത്തും ഇസ്ലാമിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.